ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. കേരള അസംബ്ലി ഇലക്ഷന്റെ ഒരു വലിയ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സർവേയിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനേക്കാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇവരുടെ ഈ സർവേയിൽ കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ്. BJPയുടെ അവസ്ഥ എന്തായിരിക്കും? LDFന്റെ അവസ്ഥ എന്തായിരിക്കും? UDFന് ഭരണം കിട്ടുമോ? ഭരണം കിട്ടിയാൽ എത്ര വലിയ വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സർവേയിൽ വ്യക്തമായി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നമുക്ക് വളരെ സൂക്ഷ്മമായി അവലോകനം ചെയ്യാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പോൾ ട്രാക്കറാണ് കേരള അസംബ്ലി ഇലക്ഷന്റെ വളരെ സമഗ്രമായ ഒരു സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. സാധാരണ സർവേകൾ പോലെ 1000ഉം 1500ഉം പേരെ ഇന്റർവ്യൂ ചെയ്തല്ല ഇവർ ഈ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. മറിച്ച് 24,000ഓളം പേരുടെ അഭിപ്രായം ചോദിച്ചാണ് ഈ മെഗാ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സർവേയുടെ ഫലം അറിയുന്നതിന് മുൻപ് അതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന, എന്നാൽ എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈ സർവേ കണ്ടെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളത്. അതിന് കാരണം വലിയ അഴിമതി ആരോപണങ്ങളും മുകളിൽ മുതൽ താഴെത്തട്ട് വരെയുള്ള CPMകാരുടെ അഹങ്കാരവും അധികാര ദുർവിനിയോഗവും ശബരിമല സ്വർണ്ണ വിവാദവുമാണ്. സഹകരണ ബാങ്ക് സ്കാമുകളുടെയും ലോക്കൽ മുതൽ സീനിയർ നേതാക്കന്മാർ വരെയുള്ളവരുടെ അഴിമതി കാരണവും CPMൽ തന്നെയുള്ള ആളുകൾക്ക് ഉള്ള എതിർപ്പ് മൂലം LDFന്റെ പരമ്പരാഗത മേഖലകളിൽ UDFന് മികച്ച മുന്നേറ്റം ഉണ്ടാവും. മുന്നണിയിലെ കക്ഷികളെല്ലാം തമ്മിൽ മികച്ച ബന്ധം ഉള്ളതിനാലും വോട്ട് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തതിനാലും കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വലിയ വിജയത്തിന്റെ കാരണത്താലും UDFന് വലിയ മൊമെന്റമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ പരമ്പരാഗത വോട്ടർമാർക്ക് LDFനോടുള്ള അതൃപ്തി കാരണം UDFനും കോൺഗ്രസിനും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വലിയ നേട്ടമുണ്ടാവും. BJPക്ക് വലിയ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അവർക്ക് കിട്ടാൻ എന്തെങ്കിലും ചെറിയ സാധ്യതയുള്ള സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലെ നേമവും കഴക്കൂട്ടവും മാത്രമാണ്. അതിന് കാരണം അവർക്ക് ശക്തരായ ലോക്കൽ നേതൃത്വം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഓരോ കമ്മ്യൂണിറ്റികളുടെയും വികാരം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്. നായർ ഈഴവ ബന്ധങ്ങളിൽ സെൻട്രൽ കേരളത്തിലും സൗത്ത് കേരളത്തിലുമുള്ള വിള്ളൽ കാരണം നായർ വോട്ടുകൾ വലിയ തോതിൽ UDFലേക്ക് പോവുകയും ഈഴവ വോട്ടുകൾ 3 മുന്നണികൾക്കുമായി വിഭജിച്ചു പോവുകയും ചെയ്യും. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള വിഭജനം കാരണവും JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടികൾ എടുക്കാത്തതിനാലും അധ്യാപക നിയമനത്തിൽ സഭാ നേതൃത്വത്തിന് വിശ്വാസം ഇല്ലാത്തതിനാലും വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ യാതൊരു പരിഹാരവും നടപടിയും എടുക്കാത്തതിനാലും ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ശക്തമായുള്ള മേഖലകളിൽ UDFന് വലിയ നേട്ടമുണ്ടാവും. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണവും സമസ്തയുടെ CPM സപ്പോർട്ട് നഷ്ടപ്പെട്ടതിനാലും നോർത്ത് സെൻട്രൽ കേരളത്തിൽ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാവും. മുക്കുവരുടെ ജീവനോപാധിയിലുള്ള ആശങ്കയിൽ പരിഹാരം ഇല്ലാത്തതിനാൽ സംസ്ഥാനമെമ്പാടുമുള്ള മുക്കുവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അത് ധീവര വിഭാഗത്തിൽപ്പെട്ടവർ, ലാറ്റിൻ കത്തോലിക്കർ, മുസ്ലിങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും UDFന്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. പരമ്പരാഗത ഇടതുപക്ഷ പിന്തുണക്കാരായ നെൽകർഷകർ, കശുവണ്ടി തൊഴിലാളികൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇടതുപക്ഷത്തോടുള്ള അതൃപ്തി കാരണം സൗത്ത് കേരളത്തിൽ UDFന് നേട്ടമുണ്ടാവും. റബ്ബറിന്റെ താങ്ങുവില മുരടിച്ചതിനാലും അതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കാര്യമായി ഇടപെടാത്തതിനാലും ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലെ റബ്ബർ കർഷകർ LDFൽ നിന്ന് അകന്നു പോവുകയാണ്. ഇതാണ് അവരുടെ സർവേയിലെ പ്രധാന കണ്ടെത്തലുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസ്ഥാനമെമ്പാടുമുള്ള എല്ലാ വിഭാഗം ആൾക്കാരിലും, അത് ഇടതുപക്ഷക്കാരും CPMകാരും ഉൾപ്പെടെയുള്ളവരിൽ വലിയ രോഷമാണ് ഉള്ളത്. പാർട്ടിക്കാരുടെ ഗുണ്ടായുസം കാരണം പല സ്ഥലങ്ങളിലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. BJPക്ക് കാര്യമായ യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല എന്ന് ഇതിൽ വ്യക്തമായി കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ഓരോ മുന്നണികൾക്കും കിട്ടുന്ന വോട്ട് ശതമാനവും സീറ്റുകളും എത്രയാണെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ഈ സർവേയുടെ സാമ്പിൾ സൈസ് 23,800.
അത്ര വലിയ സാമ്പിൾ സൈസ് ഉള്ള സർവേകൾ വിരളമാണ്. കഴിഞ്ഞ ജനുവരി 12 മുതൽ ജനുവരി 30 വരെയുള്ള കാലയളവിലാണ് അവർ ഈ സർവേ നടത്തിയത്. 140 അംഗ കേരള നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 71 സീറ്റുകളാണ്. LDFന് 43 മുതൽ 49 വരെ സീറ്റുകൾ മാത്രം. ഓർക്കണം, കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റുകൾ നേടി രണ്ടാം പ്രാവശ്യം തുടർച്ചയായി അധികാരത്തിൽ എത്തിയവർക്കാണ് ഈ ദുർഗതി. UDFന് 89 മുതൽ 96 വരെ സീറ്റുകൾ. കഴിഞ്ഞ പ്രാവശ്യം വെറും 41 സീറ്റുകൾ മാത്രം നേടി UDF അത് 2.5 ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ച് 96 സീറ്റുകൾ വരെ നേടാം എന്നാണ് ഇവരുടെ സർവേ കണ്ടെത്തിയിരിക്കുന്നത്. BJPക്ക് വെറും 0 മുതൽ 2 സീറ്റുകൾ വരെ. കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി എന്നാണ് BJP അവകാശപ്പെട്ടത്. പ്രധാനമന്ത്രി മോദി വരെ പറഞ്ഞു കേരളത്തിൽ BJPക്ക് വലിയ വിജയമാണ് ഉണ്ടായത് എന്ന്. എന്നാൽ അവർക്ക് പരമാവധി കിട്ടാവുന്നത് 2 സീറ്റുകൾ. ഒന്നും കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും. സ്വതന്ത്രർക്കും മറ്റുള്ളവർക്കും 0 സീറ്റുകൾ. അതായത് UDFന് 2/3 സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഈ സർവേ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഓരോ മുന്നണികൾക്കും ലഭിക്കുന്ന വോട്ട് ശതമാനം എത്രയാണ് എന്ന് നോക്കാം. LDFന് 37 മുതൽ 40 വരെ ശതമാനം മാത്രം. UDFനാകട്ടെ 44 മുതൽ 46 വരെ ശതമാനം വോട്ടുകൾ ലഭിക്കും. BJPക്ക് ലഭിക്കുന്നത് 14 മുതൽ 15 വരെ ശതമാനം വോട്ടുകൾ മാത്രം. മറ്റുള്ളവർക്ക് 2 മുതൽ 3 വരെ ശതമാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 45.5% വോട്ട് നേടിയ LDF ആണ് ഇപ്രാവശ്യം 37 മുതൽ 40% കുത്തനെ ഇടിയുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ 39.5% മാത്രം വോട്ടുകൾ ലഭിച്ച UDF ഇപ്രാവശ്യം 44 മുതൽ 46 വരെ വോട്ടുകളിലേക്ക് കുതിച്ചു കയറും. LDFന് കഴിഞ്ഞ പ്രാവശ്യം UDFന് കിട്ടിയതിനേക്കാൾ കുറവ് വോട്ട് ശതമാനം ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ UDFനാകട്ടെ കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റുകൾ നേടിയ LDFനേക്കാൾ കൂടുതൽ വോട്ട് ശതമാനം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവരുടെ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. BJPയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തെ 12.5% നിന്ന് 1.5 മുതൽ 2.5 വരെ ശതമാനം വർദ്ധിക്കുമെന്നാണ് ഈ സർവേ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 15% വോട്ടുകൾ ലഭിച്ചതായിരുന്നു. അപ്പോൾ 2016 നേടിയ അതേ വോട്ട് ശതമാനം മാത്രമേ BJPക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ. ഈ സർവേ അനുസരിച്ച് UDFന് കനത്ത വിജയമാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ഒരുപക്ഷെ സമീപകാലത്തെ സർവ്വ റെക്കോർഡുകളും തകർത്ത് 100 സീറ്റുകളിൽ അധികം നേടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത്ര വലിയ ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവുമാണ് കേരളത്തിലുള്ളത് എന്ന് കേരളത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ്. കേരള കോൺഗ്രസ് എമ്മിലെ വലിയ ഒരു വിഭാഗം ആളുകൾ ഇപ്രാവശ്യം UDFന് വോട്ട് ചെയ്യും എന്നുള്ളതും വസ്തുതയാണ്. അതുപോലെ CPMന്റെ അണികളിൽ ചെറുതല്ലാത്ത ശതമാനം ആളുകളും UDFന് വോട്ട് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. BJP പതിവ് പോലെ ഒരു സീറ്റുകളിൽ ലഭിക്കാതെ 0 അവശേഷിക്കാനാണ് സാധ്യത. നിയമവും കഴക്കൂട്ടവുമാണ് അവർക്ക് അല്പമെങ്കിലും സാധ്യതയുള്ള സീറ്റുകൾ. എന്നാൽ അതും വളരെ സംശയാസ്പദമാണ്, പ്രത്യേകിച്ച് UDFന് ഇത്ര വലിയ മുൻതൂക്കമുള്ള ഈ സാഹചര്യത്തിൽ. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത്, കേരളത്തിലും അവർ SIR നടത്തിയിരുന്നു. അതിനാൽ അവർക്ക് വിജയസാധ്യതയുള്ള ഈ 2 സീറ്റുകളിൽ അവർ എല്ലാ കള്ളത്തരവും ചെയ്ത് വിജയിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. സമീപ മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ഈ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അവർ ഏതെങ്കിലും സീറ്റുകളിൽ ജയിച്ചാൽ അതിന് ഒരേ ഒരു കാരണം വോട്ടുകൊള്ള മാത്രമാണ്. കേരളത്തിലെ ജനങ്ങൾ ചാണകം തീനികളല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നത് കൂടിയാണ് ഈ സർവേ. ഗ്രൗണ്ട് ലെവലിലുള്ള യഥാർത്ഥ വികാരം വെച്ച് നോക്കുമ്പോൾ ഈ സർവേ വളരെ കൃത്യമാകാൻ തന്നെയാണ് എല്ലാ സാധ്യതകളും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?